ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ലൈൻ പൊട്ടി വീണ ബൈക്ക് യാത്രക്കാരനായ 19-കാരൻ അക്ഷയ് മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ സനിസ ശോഭാചന്ദ്രൻ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. സനിസ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടെയുണ്ടായിരുന്ന അമൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. അവിടെ നാട്ടുകാർ, രാവിലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടോ? എന്താണ് അപകടത്തെക്കുറിച്ച് അവർ പറയുന്നത്? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജിൽസി, ഞാനിപ്പോൾ ഉള്ളത് പനമട്ടം പാമ്പാടി അപകടം നടന്ന സ്ഥലത്താണ്. നമുക്ക് കാണാം ഇവിടെ റബ്ബറിന്റെ ചില്ല പൊട്ടി വീണിട്ടുണ്ട്. അവിടെ അക്ഷയ് ഓടിച്ചു വന്ന ബൈക്കും നമുക്ക് കാണാം. അതുപോലെ തന്നെ പോസ്റ്റും പൊട്ടി വീണ നിലയിൽ നമുക്ക് കാണാം. ഇതിന്റെ തൊട്ടുമുകളിലായിട്ടാണ് ഈ റബ്ബർ മരങ്ങൾ ഉള്ളത്. ഇവർ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ഇത് പൊട്ടി വീണ് തൽക്ഷണം അപകടം നടക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് നാട്ടുകാരോട് ഇതിന്റെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. എത്തരത്തിലായിരുന്നു ഈ അപകടം നടന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഈ മരച്ചില്ലയും അതുപോലെ തന്നെ പോസ്റ്റും ഈ ബൈക്കിന് മുകളിലായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിൽ രാവിലെ 2 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? സംഭവം ഇന്നലെ രാത്രി 12 കാലാവും. നമ്മളിന്നലെ കല്യാണത്തിന് ഇറച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് കാറിൽ ഒരു 11:50 അവനും അവൻ്റെ വൈഫുമായിക്ക് ഇവിടെ പോയിട്ട് അവിടെ വീട്ടിടയിൽ വന്ന് കാര്യവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയാൽ സജ്ജാതെന്ന് പറയും. അവൻ പോയൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബാക്കിൽ നിന്ന് 3 പയ്യന്മാരായി കാര്യവും പറഞ്ഞ് ചിരിയായി കയറി വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോവിൽ അവരിങ്ങനെ വരികയാണ്. എൻ്റെ വീട് അപ്പുറത്താണ്. അവിടെ നിന്ന് ഇവിടെ വരാൻ 2 സെക്കൻഡ് വേണം. ബൈക്കിൽ ഒരു ഭയങ്കരമായൊരു ശബ്ദവും കേട്ട് 2 വിളിയും കേട്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം പോയ വണ്ടി എന്തോ ആ വളവിൽ വെച്ച് ഒന്നീ വണ്ടി ഏതെങ്കിലും വണ്ടിയായി ഇടിച്ചിക്കൊണ്ട്, ഇല്ലെങ്കിൽ അവന്മാർക്ക് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ പോസ്റ്റിലും എല്ലാം ഇടിച്ചിക്കൊണ്ട് അവന്മാർ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞേ. പോസ്റ്റ് ഭയങ്കര കുലുക്ക്. അപ്പം മനസ്സിലായി എന്ത് നടന്നു. വണ്ടി എടുത്ത് ഇവിടെ വന്നപ്പോൾ 2 പേര് വണ്ടിയിൽ നിന്ന് ചാടി നിൽക്കുന്ന, ഒരാൾ വണ്ടിയിൽ അപ്പോഴും തന്നെ മരിച്ചു തന്നെ ഇരിക്കുന്നത്. അതിൽ ഒരാളെ നമ്മൾ തട്ടിയാൻ കയറ്റി. അപ്പം അവനും വലിയ ഇറത്തൊക്കെ അടിച്ചവനും ഒരു വലിയ പരുവത്തിന് നിൽക്കുകയാണ്. പിന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലും കറണ്ടുണ്ട്, സ്റ്റീൽ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഇവിടെ എങ്ങും തൊടാക്കൂല. ലാസ്റ്റ് ഇട്ടിരുന്ന ഉടുപ്പിനെ ഊരി കയ്യിൽ കുരുക്കിട്ട്, ഉടുത്തിരുന്ന മുണ്ടിനെ ഊരി കാലി കുരുക്കിട്ടാണ് വലിച്ചിക്ക് ഇറങ്ങൂല. റാഷ് കാറിനകത്ത് കാലായിപ്പോൾ ചെരിപ്പിരിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടിൽ നമ്മൾ 3 പേരും കൂടെ വലിച്ചിറക്കി പള്ളിയിൽ നിന്നൊരു മാറ്റ് എടുത്ത് ഇവിടെ ഇട്ട് നല്ല രീതിയിൽ അവനെ പഞ്ച് ചെയ്തൊക്കെ നോക്കി. രക്ഷയില്ല. അപ്പോഴേ മനസ്സിലായി മരിച്ചെന്ന്. ആംബുലൻസിനെ വിളിച്ചേക്ക് സമയത്ത് ആംബുലൻസ് വന്നില്ല. ലാസ്റ്റ് ഇവിടുത്തെ കലാമെന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ കാറിലാണ് ഇവിടെ നിന്ന് കയറ്റി പനവൂർ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് ആംബുലൻസിലാണ് പോയത്. ചേട്ടാ, ഈ ചില്ല തൽക്ഷണം പൊട്ടി വീണ് തന്നെയാണോ അപകടം ഉണ്ടായത്? ഇത് ഒടിഞ്ഞു വീഴുന്നതല്ല. ഇത് ഒടിഞ്ഞ കമ്പിയിൽ വീഴുന്ന പോസ്റ്റ് ഒടിഞ്ഞു. ഇവരും വന്ന് കയറി കൊടുത്തു. ഇത് തന്നെ സംഭവം. KCB അറിയിച്ചിട്ടുണ്ടായിരുന്നു. KCB അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഇവിടുന്ന് പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ എത്തി. അവർ വന്ന് കറക്റ്റ് ആക്കി ലൈൻ വന്ന് കട്ട് ചെയ്ത് അവർ തന്നെ ഇതൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി അവർ പോയത്. അവരെല്ലാം ക്ലിയർ ആക്കി തന്നെ ചെയ്തു. അവരുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ തന്നെയായിരുന്നു. പിന്നെ ഈ പോസ്റ്റിന്റെ ഇത് കാലവഴക്കമുള്ള പോസ്റ്റ് തന്നെ, അതേ ഉള്ളൂ. ജിൽസി, കാലപ്പഴക്കമുള്ള പോസ്റ്റാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്ന് അക്ഷയുടെ മൃതദേഹം മാറ്റിയതിനു ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം KCB വന്ന് ഇവിടെ കരണ്ട് വലിക്കുകയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതായും നാട്ടുകാർ പറയുന്നുണ്ട്. സനിസ, അതായത് ആ തൽക്ഷണമുണ്ടായ അപകടമാണെന്നാണ് അവർ പറയുന്നത്. അതെ. ഈ വാഹനം, ഈ കാറ്ററിംഗ് കഴിഞ്ഞ അക്ഷയും 2 കൂട്ടുകാരും ബൈക്കിൽ വരുന്ന സമയത്ത് തന്നെ തൽക്ഷണം ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇതിന്റെ റോഡിന്റെ മുകളിൽ തന്നെയാണ് ഈ റബ്ബറിന്റെ മരങ്ങൾ ഉള്ളത്. മരത്തിന്റെ ചില്ല റോഡിനോട് ചേർന്നിട്ടാണുള്ളത്. റോഡിനോട് ചരിഞ്ഞിട്ടാണ് ഈ ചില്ലകളും ഈ മരങ്ങളൊക്കെ ഉള്ളത്. അതിന്റെ നമുക്ക് ആ പൊട്ടിയ കൊമ്പ് കാണാം. ആ കൊമ്പ് റോഡിലേക്ക് തൽക്ഷണം വീഴുകയായിരുന്നു, പോസ്റ്റിനൊപ്പം വീഴുകയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ദൗർഭാഗ്യവശാൽ ഇവരുടെ ബൈക്കും ഈ വഴി വന്നത്. തൽക്ഷണം തന്നെ അപകടം ഉണ്ടാവുകയും അക്ഷയ് ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു. മറ്റ് 2 പേരും അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിയത് കൊണ്ട് രക്ഷപ്പെടുകയുമായിരുന്നു. ജിൽസി,
യെസ്, എന്തായാലും അങ്ങേയറ്റ ദാരുണമായ അപകടമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. 19-കാരനായ അക്ഷയ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ മടങ്ങവെയാണ് പോസ്റ്റും ഒപ്പം തന്നെ മരച്ചില്ലകളും ഒക്കെ റോഡിലേക്ക് പൊട്ടി വീണ് അതിൽ ബൈക്ക് ഇടിച്ച് മറിഞ്ഞ് കൂടെയുണ്ടായിരുന്ന 2 പേർ തെറിച്ചുപോയി. പക്ഷേ അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. വളരെ പെട്ടെന്ന് അക്ഷയെ രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ വസ്ത്രങ്ങളൊക്കെ ഊരി വാങ്ങിച്ചുകൊണ്ട് കയ്യിൽ കുടുക്കിട്ടുകൊണ്ടാണ് അക്ഷയെ അവിടെ നിന്ന് വലിച്ചു മാറ്റിയത് തുടങ്ങിയ വിവരങ്ങൾ കൂടി അവിടെ നാട്ടുകാരായ ആളുകൾ കൂടി പറയുന്നുണ്ട്. രാത്രി ഏറെ വൈകിയും കട തുറന്നിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട്. അവർക്കൊരു സഹായമൊക്കെ ഈ 2 പേർക്കും ലഭിച്ചിരുന്നു. നേരത്തെ ഈ അപകടം നടക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അമൽ മീഡിയ വണ്ണോട് സംസാരിച്ചിരുന്നു. അമലും പറഞ്ഞത് വളരെ പെട്ടെന്ന് അതിന് തൊട്ടു മുൻപുണ്ടായ അപകടമാണോ എന്ന് അവർക്ക് വ്യക്തമല്ല. എന്തായാലും വളരെ അടുത്തെത്തിയ ശേഷമാണ് ഇത് വീണ് കിടന്നത് കണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബൈക്ക് അതിൽ പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നൽകിയത്. 10:30-ഓടെ അക്ഷയുടെ അച്ഛൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം വരാമെന്ന് മറുപടി നൽകിയതായുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടം. മഴക്കാലത്ത് ഇത്തരം അപകടങ്ങൾ റോഡിൽ എവിടെയും പതിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രാത്രിയിലൊക്കെ ആകുമ്പോൾ അതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയായിരിക്കണം. ഒരു പക്ഷേ വഴിവിളക്കുകളൊക്കെ കൃത്യമായൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ എത്രത്തോളം വഴിവിളക്കുകളൊക്കെ തെളിഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംശയമാണ്. പോസ്റ്റ് അടക്കം വീണു. പിന്നീട് KSEB അറിയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ സംഭവ സ്ഥലത്തെത്തി ഇതൊക്കെ അഴിച്ചുമാറ്റി അതിന്റെ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ